അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട 3-ാം ക്ലാസ്സിലെ കൂട്ടുകാരെ, അഹ്കാമു തജ്വീദിലെ 1-ാമത്തെ പാഠം വായന. അദ്ദർസുൽ അവ്വൽ ഇഖ്റ ബിസ്മി റബ്ബിക്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇഖ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന ബിഖാരിൻ, എനിക്ക് ഓത്തറിയില്ല. 3 തവണ ഇത് ആവർത്തിച്ച ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം ഓതി കേൾപ്പിച്ചു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. പരിശുദ്ധ ഖുർആൻ അവതരണത്തിൻ്റെ ആരംഭമായിരുന്നു ഇത്. പരിശുദ്ധ മക്കയിലെ ജബലുന്നൂരിലുള്ള ഹിറാ ഗുഹയിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി ഖുർആൻ അവതരിച്ചത്. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ വചനങ്ങളാണ് ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഖുർആനാണ്. ഖുർആൻ പാരായണം ഏറ്റവും പുണ്യമുള്ള സൽക്കർമ്മമാണ്. ഖുർആനിലേക്ക് നോക്കുന്നത് പോലും പ്രതിഫലാർഹമാണ്. ഖുർആനിലെ ഒരു ഹർഫ് പാരായണം ചെയ്യുന്നതിന് ചുരുങ്ങിയത് 10 പ്രതിഫലമുണ്ട്. ഖുർആൻ അല്ലാഹു തആലയുടെ കലാമാണ്. അതിന് പ്രത്യേക പാരായണ നിയമവും എഴുത്തു രീതിയുമുണ്ട്. സാധാരണ അറബി വായിക്കുന്നത് പോലെ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. ഖുർആൻ പാരായണ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത്. അക്ഷരങ്ങളുടെ മഖ്റജുകൾ, സിഫത്തുകൾ, നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങൾ, തഫ്ഖീം, തർഖീഖ് എന്നിവ തജ്വീദ് നിയമങ്ങളിൽ ചിലതാണ്. പ്രിയപ്പെട്ട കൂട്ടുകാർ, അതിന് പിന്നിൽ കാണുന്ന നഖ്റ വായിക്കുക എന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ഹിറാ ഗുഹ, പരിശുദ്ധ മക്കയിലെ ജബലുന്നൂരിലുള്ള ഗുഹ, അത് ശ്രദ്ധയോടുകൂടി വായിച്ച് മനസ്സിലാക്കുക. മുഅ്ജിസത്ത്, അമ്പിയാക്കളിൽ നിന്നുണ്ടാകുന്ന അസാധാരണ കാര്യം. പാരായണം, ഓത്ത്. ഹർഫ്, അക്ഷരം. മഖ്റജ്, അക്ഷരം പുറപ്പെടുന്ന സ്ഥാനം. സിഫത്ത്, അക്ഷരം പുറപ്പെടുന്ന രൂപം. തഫ്ഖീം, കനപ്പിക്കൽ. തർഖീഖ്, നേർപ്പിക്കൽ. പ്രിയപ്പെട്ട കൂട്ടുകാർ, വർക്ക് ബുക്ക്, അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാം.